ഈ ശുഭവേളയിൽ എന്തിനാ വെറുതെ ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്നേ? സന്തോഷായിട്ടിരിക്കെ. ഇപ്പൊ സന്തോഷമായി. ഒടുവിൽ നീ സമ്മതിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. ഭാസ്കരേട്ടാ, ഈ നടക്കാൻ പോകുന്ന ചടങ്ങിന് നമ്മുടെ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും വിളിക്കണം. അങ്ങനെ ആയിക്കോട്ടെ. അത് മാത്രം പോരാ, ഭക്ഷണവും ഗംഭീരമായിരിക്കണം. ഞാൻ ലിസ്റ്റ് എഴുതി തരാം. ആ ലിസ്റ്റിലുള്ളതെല്ലാം നീ ഉണ്ടാക്കണം കേട്ടോ. ഓ, അത് പറയാനുണ്ടോ? അനിയത്തിയുടെ സീമന്തം നടത്താൻ ഏട്ടൻ എന്തൊരു ഉത്സാഹമാണെന്ന് നോക്കണേ. എനിക്ക് സ്വന്തമായിട്ട് അനിയത്തിയില്ല. അപ്പൊ മേഘയിലൂടെ ഞാൻ എന്റെ ആഗ്രഹം തീർത്തോട്ടെ. ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് ഇവൾക്ക് ചെയ്യാനുള്ളതൊക്കെ എനിക്ക് ചെയ്യണം. എന്തു പറയുന്നു മേഘ? എന്തായത് മേഘ? നീ കരയാനാണോ ഞാൻ പറഞ്ഞു? കരയുന്നില്ല ഏട്ടാ. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്വന്തം ആൾക്കാർ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ചിന്തിച്ചു കാണും അല്ലേ? സാരമില്ല, പോട്ടെ. ഞങ്ങളും നിന്റെ സ്വന്തമല്ലേ. ഒരു കുറവും ഞങ്ങൾ വരുത്തില്ല. പോരെ? ആ കണ്ണു തുടച്ചേ. ഇതേ, നീ വന്നേ. സീമന്തം നടക്കുമ്പോ ഭർത്താവ് കൂടെ ഉണ്ടാവണമെന്നാ പറയാറ്. ഭർത്താവിന്റെ വീട്ടുകാരും അമ്മായി അച്ഛനും അമ്മയും എല്ലാവരും ചേർന്ന് അനുഗ്രഹിച്ച് നടത്തി തരേണ്ട ഈ വിശേഷപ്പെട്ട ചടങ്ങ് ഇന്നിവിടെ അവരാരുമില്ലാതെ മറ്റാരുടെയോ കാരുണ്യത്തിൽ നടത്തേണ്ട അവസ്ഥയാണല്ലോ ഈശ്വര. മിഥുൻ, എവിടേക്കാ നമ്മൾ പോകുന്നെന്ന് എത്ര നേരെ ചോദിക്കുന്നേ? എന്താ നീ ഒന്നും പറയാത്തെ? കുറച്ച് കഴിയുമ്പോ നീ തന്നെ കാണാൻ പോവില്ലേ? എക്സ്ക്യൂസ് മീ, ഈ പെൺകുട്ടികളുടെ വളയും പൊട്ടൊക്കെ എവിടെ കിട്ടുക? ആ കടയിൽ കിട്ടും സാർ. താങ്ക് യു. മിഥുൻ എനിക്ക് വേണ്ടിയാണോ വളയെ അന്വേഷിക്കുന്നേ? എന്തായാലും ഇന്നെങ്കിലും ഇങ്ങനെയൊക്കെ തോന്നിയല്ലോ ആ മനസ്സില്. എക്സ്ക്യൂസ് മീ, എനിക്ക് കുറച്ച് കുപ്പിവളകൾ വേണം. മിഥുൻ, എന്നെ കണ്ട കുപ്പിവള ഇടുന്ന പെണ്ണായിട്ട് തോന്നുന്നുണ്ടോ? എന്റെ ടേസ്റ്റ് ഇതുവരെ അത്രയും ചീപ്പായിട്ടില്ല. അതിന് വള വാങ്ങുന്നത് നിനക്ക് വേണ്ടിയല്ല. പിന്നെ ആർക്ക് കൊടുക്കാനാ? നമ്മുടെ മാനേജറുടെ സിസ്റ്ററുടെ സീമന്തല്ലേ? മോമ എന്നോട് പറഞ്ഞേ അതിന് കുറച്ച് കുപ്പിവള വാങ്ങാൻ. ദ ഗ്രേറ്റ് ബിസിനസ് മാഗ്നറ്റ് മിഥുൻ നന്ദൻ തന്റെ മാനേജറുടെ അനിയത്തിയുടെ സീമന്തത്തിന് കുപ്പിവളകൾ വാങ്ങാൻ വേണ്ടി ഇത്രയും ദൂരം വന്നിരിക്കുന്നു. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട് മിഥുൻ. ഇതിലിപ്പോ എന്താ തെറ്റുള്ളത്? തെറ്റ് തന്നെയാ, പക്ഷെ നിനക്ക് ആ തെറ്റ് എന്താണെന്ന് മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളൂ. മറിച്ച് ഞാൻ എന്തെങ്കിലും ചെയ്താ അതിലെല്ലാം തെറ്റ് മാത്രമേ ഉണ്ടാവൂ. ഇപ്പൊ എന്തിനാ നിന്റെ ടോപ്പിക് എടുത്തിരുന്നേ? കാര്യമുള്ളതുകൊണ്ട് തന്നെ. നമ്മുടെ കല്യാണം തന്നെ കാര്യം. ഇനി എത്ര കാലം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ കാത്തിരിക്കുക? നീ എന്നെ കല്യാണം കഴിക്കുന്നുള്ള പ്രതീക്ഷയല്ല ഞാൻ ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് കഴിയുന്നേ. ഇങ്ങനെ എന്നെ കാത്തിരിപ്പിക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ലേ? മഞ്ജരി, പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. എന്റെ ഓർമ്മകളിൽ നിന്ന് ഞാൻ പുറത്തു വരുന്നവരെ എന്നോട് ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ട. കല്യാണമൊന്നും ഇപ്പൊ എന്റെ മനസ്സിലില്ല താനും. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. അതെ, ഇതിലൊരു നല്ല വളം നോക്കി തിരഞ്ഞെടുക്കാവോ? നിനക്ക് ഇഷ്ടമുള്ളത് അങ്ങ് എടുത്താൽ മതി. എന്നെ ഇടയ്ക്ക് പിടിച്ചിടണ്ട. എനിക്കാണെങ്കിൽ ഇതൊന്നും സെലക്ട് ചെയ്ത് ശീലമില്ല. എനിക്ക് ചുമന്ന നിറത്തിലുള്ള വളകൾ ഒത്തിരി ഇഷ്ടം ഇതിനേട്ടാ. ഈ വളകളാണോ? ആ, അതെ, ഇതങ്ങ് പാക്ക് ചെയ്തെടുത്തോ. മോം,
മിഥുൻ, നീ വളയൊക്കെ വാങ്ങിച്ചോടാ? ദേ ഇപ്പൊ വാങ്ങിച്ചോണ്ടിരിക്കാമോ? ചുവന്ന വളകൾ വാങ്ങിച്ചോ? അത് തന്നെ വാങ്ങിക്കുന്നേ. ശരി. എനിക്ക് ചുമന്ന നിറത്തിലുള്ള വളകൾ ഒത്തിരി ഇഷ്ടം മിഥുനേട്ടാ. ആഴലിന്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോ, നോവിന്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. ആഴലിന്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോ, നോവിന്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. ഇരുൾ ജീവനെ പൊതിഞ്ഞു, ചിതൽ പ്രാണനിൽ മേഞ്ഞു, കിതയ്ക്കുന്നു നീ ശ്വാസമേ. ആഴലിന്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോ, നോവിന്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. എന്റെ പ്രാണന്റെ പ്രാണനായ മിഥുനേട്ടന്റെ ജീവൻ ആപത്താണെന്ന് അറിഞ്ഞത് ഞാൻ പെടഞ്ഞു പോയി. എനിക്ക് പിന്നെ മറ്റൊന്നും ഓർമ്മയിൽ ഉണ്ടായിരുന്നില്ല. എന്റെ ഭർത്താവിനോട് എന്നും ഞാൻ സ്നേഹമുള്ളവളായിരിക്കണമെന്നും എന്റെ കുടുംബത്തോടുള്ള കടമകൾ കൃത്യമായി നിർവഹിക്കണമെന്നും എന്റെ കഴുത്തിൽ മിഥുനേട്ടൻ കെട്ടിത്തന്ന താലി എപ്പോഴും എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും ഏട്ടാ. ഇനി ഇതൊക്കെ മതി സുധേടുത്തി. 2 കൈകളിൽ നിറയെ വളകളിട്ടിരിക്കണമെന്നാ. അതാണ് ഐശ്വര്യം. ഈ ഇരിക്കുന്നതെല്ലാം ഇടണം. ഭാസ്കരേട്ടാ, എങ്ങോട്ട് വന്നേ? എന്താ ഏട്ടാ ഇത്? എല്ലാ നിറത്തിലുള്ള വളകളും ഉണ്ട്, പക്ഷെ ചുവപ്പ് നിറം മാത്രമില്ലല്ലോ. മേഘയ്ക്ക് ചുവപ്പ് നിറം വലിയ ഇഷ്ടമാണെന്ന് ഏട്ടൻ അറിയില്ലേ? എന്നോടോതുമോ വെള്ളിച്ചിറകുമായി അവളെ കണ്ടുവോ, ഹൃദയം പാടിടും പാട്ടിൻ കൊട്ടുപോ. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചുവന്ന വളകൾ പ്രണയം ചൊല്ലുമോ, വർണ്ണപ്പൈങ്കിളി എന്നോടോതുമോ വെള്ളിച്ചിറകുമായി അവളെ കണ്ടുവോ. ആ നിമിഷം ആർദ്രമായി രാഗാർദ്രമായി.
നീ എന്താ ആലോചിക്കുന്ന മേഘേ? സമയായി, എഴുന്നേക്ക്. ചേച്ചി വാ, തുടങ്ങി വെക്ക്. അക്ഷതീട്ട് അനുഗ്രഹിക്ക്. മിഥുൻ, മഞ്ജരി, രണ്ടാളെ റെഡിയാണോ? എന്നെ ഇറങ്ങിയാലോ? മോം, അത് സ്ത്രീകളുടെ ഫംഗ്ഷൻ അല്ലേ, ഞാനെന്തിനാ? ഞാൻ വരുന്നില്ല. മഞ്ജരി, നീയെങ്കിലും എന്റെ കൂടെ വാ. വരാ ആന്റി. വാ. ആഹാ മാഡം, ഇറങ്ങുമായിരുന്നല്ലേ? വിളിച്ചുകൊണ്ട് പോകുന്നതാ. വരൂ മാഡം. വാ മഞ്ജരി. അയ്യോ, ഈ സമയത്ത് കറണ്ട് പോയതെന്താ? മലമ്പ്രദേശമല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാ. ഭയങ്കര കാറ്റുമല്ലേ. കാറ്റത്ത് മരം മുറിഞ്ഞ് കമ്പിയിൽ വീഴാതിരിക്കാനാ കറണ്ട് ഓഫ് ചെയ്യുന്നത്. ഇനി കറണ്ട് എപ്പോഴായിരിക്കും വരിക? അങ്ങനെയൊന്നും കൃത്യമായിട്ട് ഇവിടെ പറയാൻ പറ്റില്ല. എന്ന് കരുതി കറണ്ട് വരുന്നവരെ കാത്തിരിക്കാനാവോ? നീ പറഞ്ഞത് ശരിയാ ഭാസ്കർ. എപ്പോ വരുമെന്ന് അറിയില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഒരു തിരി കത്തിച്ച് വെച്ചാ മതി. നടക്ക് ഭാസ്കരെ. ആ, വരൂ മാഡം. എന്നാലോ ഭക്ഷണം കഴിച്ചിട്ട് പോവാം. അതൊന്നും വേണ്ട ഭാസ്കരെ. ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ആന്റി, ഈ സമയത്ത് മിഥുൻ അവിടെ തനിച്ചു വിടുന്നത് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകുന്നതാ ശരി. ഭാസ്കരെ, ഒന്നും തോന്നരുത്. പോയിട്ട് കാര്യമുള്ളതുകൊണ്ടാ. ആയിക്കോട്ടെ മാഡം. മാഡം കുറച്ചു നേരം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വെളിച്ചത്തെല്ലാം കണ്ടിട്ട് പോവായിരുന്നു. ഇത് കണ്ടോ ഭാസ്കരേട്ടാ, ചുവന്ന വളകള്. ഏട്ടൻ അത് വാങ്ങാൻ വിട്ടുപോയെങ്കിലും ഒടുവിൽ മേഘയുടെ കയ്യിൽ ആ വളകൾ എത്തിയത് കണ്ടോ?
എന്താ മേഘേ? എവിടേക്കാ ഈ സമയത്ത്? ഞാൻ കുറച്ചേരം ഒന്ന് നടന്നിട്ട് വരട്ടെ. അകത്ത് തന്നെ ഇരുന്നിട്ട് ആകെ ഒരു മടുപ്പ് തോന്നുന്നു ചേട്ടാ. ഈ കാറ്റത്ത് ഞാൻ കുറച്ചു നേരം ഒന്ന് നടക്കാന്ന് കരുതി. ആയിക്കോട്ടെ മേഘേ, സൂക്ഷിച്ചു പോണേ. ഒത്തിരി ദൂരെയൊന്നും പോകണ്ട. മാസം തികഞ്ഞിരിക്കല്ലേ? കേട്ടല്ലോ അല്ലേ? ഉം. അല്ല, ഇതാരാ മേഘയോ? ഈ ആഴ്ച ഡെലിവറി ഉണ്ടാവുമല്ലോ അല്ലേ? എന്നാ പറഞ്ഞ. മേഘയ്ക്ക് ദൈവം അനുഗ്രഹിച്ച് നല്ല മിടുക്കം കുട്ടൻ തന്നെ ജനിക്കട്ടെ. എനിക്ക് പെൺകുട്ടി വേണമെന്ന ചേച്ചി. പെൺകുട്ടി എങ്കില് പെൺകുട്ടി. ആരായാലും നിന്റെ കുഞ്ഞല്ലേ. കണ്ടിട്ട് മിഥുനേട്ടനെ പോലെ ഉണ്ടല്ലോ.